ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 28 വിശുദ്ധ ഗോന്ത്രാമനസ്. ഫ്രാൻസിലെ ക്ലോട്ടയർ രാജാവിൻ്റെ 4 മക്കളിൽ ഒരാളായിരുന്നു വിശുദ്ധ ഗോന്ത്രാമനസ്. AD 561 ക്ലോട്ടയർ രാജാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം 4ആയി ഭാഗിച്ച് 4 മക്കളും ഓരോ ഭാഗം ഭരിച്ചു. മൂത്ത സഹോദരൻ ചാരിബർട്ട് ആയിരുന്നു പാരീസ് ഭരിച്ചത്. ഓർലിൻസിൻ്റെയും ബർഗുണ്ടിയുടെയും രാജാവായിരുന്നു ഗോത്രാന്തൻ. ചലോൻസി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ഒരിക്കൽ ഗോത്രാന്തൻ്റെ ഭാര്യ രോഗം ബാധിച്ച് മരണാസന്നയായി. തൻ്റെ ഭാര്യയുടെ രോഗം സുഖപ്പെടുത്താൻ കഴിയാത്തതിന് വൈദ്യനെ ഗോത്രാന്തൻ കൊലപ്പെടുത്തി. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ചോർത്ത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഗോത്രാന്തൻ ദുഃഖിച്ചു. ക്രൈസ്തവ മതം സ്വീകരിച്ച് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിയ ഗോത്രാന്തൻ കുറ്റബോധം നിമിത്തം അസ്വസ്ഥനായി. പ്രായശ്ചിത്തം എന്ന നിലയിൽ ക്രൈസ്തവ ദേവാലയം പണിയുകയും പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരന്മാർക്കെതിരെ യുദ്ധം ചെയ്തു. അവരെ പരാജയപ്പെടുത്തേണ്ട അവസ്ഥയാണ് ഗോത്രാന്തന് പിന്നീടുണ്ടായത്. എന്നാൽ അവരുടെ ഒരു തുണ്ടുഭൂമി പോലും സ്വന്തമാക്കാതെ അവരെ സമാധാനത്തിൽ വിടുകയാണ് അദ്ദേഹം ചെയ്തത്. പുരോഹിതന്മാരെയും സന്യാസികളെയും ഏറെ ബഹുമാനിച്ചിരുന്നു ഗോത്രാന്തൻ. മർദ്ദിതരുടെ സംരക്ഷകനും പ്രജകളുടെ പ്രിയപ്പെട്ടവനുമായി മാറി. പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. തൻ്റെ പടയാളികൾ ജനങ്ങളെ മർദ്ദിക്കുന്നതും പീഡിപ്പിക്കുന്നതും അദ്ദേഹം തടഞ്ഞു. തെറ്റ് ചെയ്യുന്നവരെ ന്യായമായി ശിക്ഷിക്കാനും അദ്ദേഹം മടിച്ചില്ല. എന്നിരുന്നാലും തനിക്ക് നേരെ തെറ്റ് ചെയ്യുന്നവരോട് ഗോത്രാന്തൻ ക്ഷമിച്ചു. 32 വർഷം രാജ്യം ഭരിച്ച് ഗോത്രാന്തൻ 68ാമത്തെ വയസ്സിൽ മരിച്ചു. ഇന്നീ ദിവസം നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.